നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിയമവേദിയിലെ ഇന്നത്തെ ആദ്യത്തെ പരാതി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ശ്രോതാവിൻ്റെതാണ്. നമുക്ക് പരാതി എന്താണെന്ന് നോക്കാം. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് അനുവദിക്കുന്ന 15 ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവിന്റെ നടപടികൾ ലളിതമാക്കാൻ കൊണ്ടുവന്ന 2025 ഒരു ഉത്തരവ് ഉദ്യോഗസ്ഥർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് മൂലം ഞാൻ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് നിയമവേദിയിലേക്ക് കത്തെഴുതുന്നത്. എന്റെ കുട്ടിയുടെ നിലവിലുള്ള സർട്ടിഫിക്കറ്റിന് 2026 ഫെബ്രുവരി വരെ ഔദ്യോഗികമായ കാലാവധിയുണ്ട്. 2026 ഫെബ്രുവരി 9 കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാകും. 2021 മെഡിക്കൽ ബോർഡ് 5 വർഷത്തേക്ക് നൽകിയ സർട്ടിഫിക്കറ്റാണിത്. എന്നാൽ 2025 ഏപ്രിൽ മാസത്തിൽ ഞാൻ ലീവിന് അപേക്ഷ നൽകിയപ്പോൾ സർട്ടിഫിക്കറ്റിൽ കുട്ടിയുടെ ജെൻഡർ തെറ്റായാണ് കാണിച്ചിരുന്നത്. അത് തിരുത്തി തരണമെന്ന് സെക്ഷൻ ക്ലർക്ക് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ബോർഡിൽ സർട്ടിഫിക്കറ്റ് സറണ്ടർ ചെയ്യുകയും പുതിയ സർട്ടിഫിക്കറ്റ് 2025 ഏപ്രിൽ മാസത്തിൽ UDID വഴി ലഭിക്കുകയും ചെയ്തു. 2026 ഫെബ്രുവരി 9 പ്രായപൂർത്തിയാകുന്നതിനാൽ അതുവരെയേ അതിന്റെ കാലാവധിയുള്ളൂ. എന്നാൽ 2026 ജനുവരിയിൽ ഞാൻ 3 ദിവസത്തെ ലീവിന് അപേക്ഷിച്ചപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. എന്നാൽ സെക്ഷൻ ക്ലർക്ക് എന്റെ അപേക്ഷ നിരസിക്കുകയും ഈ സർട്ടിഫിക്കറ്റ് പറ്റില്ല എന്നും പുതിയ ഉത്തരവ് പ്രകാരം ഓരോ കലണ്ടർ വർഷവും പുതിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നും പഴയ സർട്ടിഫിക്കറ്റിന് 2026 ഫെബ്രുവരി വരെ കാലാവധി ഉണ്ട് എങ്കിലും അത് 2025 ഹാജരാക്കിയതിനാൽ 2026 അവധിക്ക് പരിഗണിക്കാൻ കഴിയില്ല എന്നും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിനുശേഷം ഈ ഓഫീസ് മുഖാന്തരം എനിക്കൊരു കുറിപ്പ് നൽകുകയും ചെയ്തു. എനിക്ക് അർഹതപ്പെട്ട ഇത്തരം ആനുകൂല്യങ്ങൾക്കായി സമീപിക്കുമ്പോഴെല്ലാം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവരിൽ നിന്നും നേരിടുന്നത്. 2026 ഫെബ്രുവരി 9 കാലാവധി കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് 2026 ഫെബ്രുവരി 11 ഞാൻ മെഡിക്കൽ ബോർഡിൽ സറണ്ടർ ചെയ്യുകയും UDID കാർഡ് പുതുക്കുന്നതിന് അപേക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഡോക്ടർമാർ പറഞ്ഞത് ഇനി പെർമനന്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നാണ്. 2026 ഫെബ്രുവരി 19 മെഡിക്കൽ ബോർഡ് ചേരുന്നത്. അതിനുശേഷം 3 ആഴ്ച കഴിഞ്ഞാലേ ഓൺലൈൻ വഴി പുതിയ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. എനിക്കറിയേണ്ടത് ഇക്കാര്യങ്ങളാണ്. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് മെഡിക്കൽ ബോർഡ് നിശ്ചയിച്ച കാലാവധി നിലനിൽക്കുമ്പോൾ അത് കലണ്ടർ വർഷം മാറി എന്ന കാരണത്താൽ അസാധുവാകുമോ? മെഡിക്കൽ ബോർഡ് നൽകുന്ന പെർമനന്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ളവർ പോലും ഓരോ കലണ്ടർ വർഷം തുടങ്ങുമ്പോഴും പുതിയ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നാണോ 2025 ഈ ഭേദഗതി അർത്ഥമാക്കുന്നത്? കുട്ടിയുടെ പ്രായം 18 തികയുന്ന സാഹചര്യത്തിൽ പുതിയ സർട്ടിഫിക്കറ്റിനായി ഞാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ കാലാവധിയുള്ള രേഖകൾ സ്വീകരിക്കാൻ ഓഫീസ് ബാധ്യസ്ഥമല്ലേ? തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത തരണമെന്നാണ് ഈ പരാതിക്കാരി നിയമവേദിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭിന്നശേഷിയുള്ള കുട്ടിയുടെ മാതാവിന് കാഷ്വൽ ലീവ് അനുവദിക്കുന്നതിന് സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങളിൽ വ്യക്തത വേണമെന്നാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യം നിയമവേദി ഭിന്നശേഷി കമ്മീഷണർ PT ബാബുരാജിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം ഇക്കാര്യത്തിന് നൽകിയ മറുപടി വായിക്കാം. KSR പാർട്ട് 1 അപ്പൻഡിക്സ് 7 സെക്ഷൻ 2 പ്രകാരം ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ മാതാപിതാക്കളായ സർക്കാർ ജീവനക്കാർക്ക് അനുവദിക്കുന്ന സ്പെഷ്യൽ കാഷ്വൽ ലീവിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിൽ ഇളവ് നൽകിക്കൊണ്ടുള്ള ഭേദഗതി പ്രകാരം കലണ്ടർ വർഷത്തിൽ 15 ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവിന് സർക്കാർ ജീവനക്കാർക്ക് അർഹതയുണ്ട്. ഇങ്ങനെ കലണ്ടർ വർഷത്തിൽ ഓരോ തവണ ലീവ് എടുക്കുമ്പോഴും ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമായിരുന്നു. എന്നാൽ 2025 ജനുവരി 1 ഇറങ്ങിയ ജിയോ പ്രകാരം ഒരു കലണ്ടർ വർഷത്തിൽ ഒരു തവണ ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ ആയതിൻ്റെ കോപ്പി പിന്നീട് എടുക്കുന്ന സ്പെഷ്യൽ കാഷ്വൽ ലീവിന് നൽകിയാൽ മതി എന്നാണ് ഇക്കാര്യത്തിലുള്ള മാനദണ്ഡം. കൂടാതെ ഇപ്പോൾ ലഭിക്കുന്ന UDID കാർഡ് പെർമനന്റ് ആയതിനാൽ പുതുക്കേണ്ടതില്ല. ഇറ്റ് ഈസ് വാലിഡ് ഫോർ ഓൾ പർപ്പസ്. ഇതാണ് അദ്ദേഹം നൽകിയ മറുപടി. ഇതിന് കൂടുതൽ വ്യക്തതയ്ക്കായി നിയമവേദി ഹൈക്കോടതി അഭിഭാഷക രേഖാ വാസുദേവനുമായി സംസാരിച്ചു. അവർ നൽകിയ മറുപടി കേൾക്കാം. ഇന്നത്തെ കത്തിലെ വിഷയം കേരള സർവീസ് റൂൾസ് പാർട്ട് 1 അപ്പൻഡിക്സ് 7 സെക്ഷൻ 2 റൂൾ 20 പ്രകാരം ഫിസിക്കലി ഓർ മെന്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള മക്കളുള്ള ഗവൺമെന്റ് ജീവനക്കാർക്ക് അനുവദിക്കുന്ന 15 ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവിനെ കുറിച്ചാണ്. റൂൾ 20 പ്രകാരം ഗവൺമെന്റ് ജീവനക്കാർക്ക് ഭിന്നശേഷിയായിട്ടുള്ള മക്കൾ ഉണ്ടെങ്കിൽ അവരുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, പെർമനന്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റോ മെഡിക്കൽ ബോർഡ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ
സ്പെഷ്യൽ കാഷ്വൽ ലീവ് 15 ദിവസത്തെ ഒരു കാലണ്ടർ ഇയറിൽ, അതായത് ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഒരു കാലണ്ടർ ഇയറിൽ 15 ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവിന് ഗവൺമെന്റ് ജീവനക്കാർക്ക് അർഹതയുണ്ട്. എന്നാൽ അങ്ങനെ ആ സ്പെഷ്യൽ കാഷ്വൽ ലീവ് ക്ലെയിം ചെയ്യണമെങ്കിൽ അതിന് കുട്ടിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഓഫീസിൽ ഹാജരാക്കണം. നേരത്തെ റൂൾ അനുസരിച്ചിട്ട് ഓരോ തവണ ലീവ് എടുക്കുമ്പോഴും നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് ഇത് ഒന്ന് ലഘൂകരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് പ്രൊസീജിയേഴ്സ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഒരു ചെറിയ അമെൻമെന്റ് ഇപ്പൊ റൂളിൽ കൊണ്ടുവന്നു. ആ റൂൾ അമെൻമെന്റ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ജനുവരി 1, 2025 പ്രകാരമാണ്. അതായത് GOP 1/2025 പ്രകാരം ജനുവരി 1, 2025 മുതൽ ആ ഒരു റൂളിൽ ഒരു ചെറിയ ഭേദഗതി കൊണ്ടുവരികയുണ്ടായി. ആ ഭേദഗതി എന്ന് പറയുന്നത്, നിങ്ങൾ നേരത്തെ ഓരോ തവണ, അതായത് ഈ 15 ദിവസത്തെ ലീവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല ഘട്ടങ്ങളിലായിട്ടും ഒരു കാലണ്ടർ ഇയറിൽ എടുക്കാം, ഒരുമിച്ച് എടുക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഓരോ തവണ നിങ്ങൾ ലീവ് അപേക്ഷിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിനു വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ്സും ഹാജരാക്കണമായിരുന്നു. അത് ഒന്ന് ലഘൂകരിക്കാനായിട്ട് ഗവൺമെന്റ് ഇപ്പോൾ ആ അമെൻമെന്റ് പ്രകാരം employee shall produce such certificate as and when the leave is required and copy of the same can be used for the purpose in the same calendar year എന്നാണ് റൂൾ മോഡിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾ വർഷത്തിൽ, അതായത് ഈ കാലണ്ടർ ഇയറിൽ ആദ്യത്തെ തവണ സ്പെഷ്യൽ കാഷ്വൽ ലീവിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ കുട്ടിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അവിടെ ഹാജരാക്കണം. ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റ് അത് ആ കാലണ്ടർ ഇയർ മൊത്തം അതിന് പ്രാബല്യം ഉണ്ടാകും. നിങ്ങൾ വീണ്ടും ഇപ്പൊ ലീവ് എടുക്കുമ്പോഴത്തേക്കും അതിന് വീണ്ടും സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് ആവശ്യമില്ല. രണ്ടാമത്തെ ചോദ്യം, ഈ മെഡിക്കൽ ബോർഡ് നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അതിനൊരു കാലാവധി മെഡിക്കൽ ബോർഡ് തന്നെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി പിന്നീട് ഗവൺമെന്റിന് മാറ്റാൻ പറ്റില്ല. എല്ലാ വർഷവും മെഡിക്കൽ ബോർഡ് കൂടിയിരിച്ചും കുട്ടിയെ അസസ് ചെയ്യുക എന്നുള്ളത് ഒന്നും നടപ്പുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് മെഡിക്കൽ ബോർഡ് കൂടിയേച്ച് അതിന് ഒരു കാലാവധി നിശ്ചയിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇങ്ങനെ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഇല്ല എന്ന് ഗവൺമെന്റിന് പറയാൻ പറ്റില്ല. റൂളില് അതൊന്നും അല്ല പറയുന്നത്. റൂൾ പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നേരത്തെ അതേ പ്രൊസീജിയർ ആണ്. ഒറ്റ കാര്യം മാത്രമേ വ്യത്യാസമുള്ളൂ. നേരത്തെ നിങ്ങൾ ഓരോ തവണ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഹാജരാക്കണമായിരുന്നു. ഇതിപ്പോ വർഷത്തിലെ ആദ്യത്തെ ലീവ് അവൈൽ ചെയ്യുമ്പോഴത്തേക്കും മാത്രം ഹാജരാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ഇത് പറയുന്ന പോലെ ഓരോ തവണ പുതിയ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഓരോ കാലണ്ടർ ഇയറിൽ പുതിയതും ആവശ്യമില്ല. ആ മെഡിക്കൽ ബോർഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അതേ ഉള്ളൂ. വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ ഹാജരാക്കിയിരിക്കണം. അതിന്റെ ടൈം ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ രണ്ടാമത്തെ ലീവ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പുതിയതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം ഇതിൽ പറഞ്ഞിരിക്കുന്നത്, 18 വയസ്സ് തികയുന്ന സാഹചര്യത്തിൽ പുതിയ സർട്ടിഫിക്കറ്റിനായിട്ട് അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്നാൽ മെഡിക്കൽ ബോർഡ് കൂടി ഇതുവരെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ബോധിപ്പിക്കാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം മെഡിക്കൽ ബോർഡ് കൂടുക, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക, അതിനൊരു പ്രോസസ്സ് ഉണ്ട്, ഒരു ടൈം ടേക്കിംഗ് പ്രോസസ്സ് തന്നെയാണ്. അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും ലീവ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് തരാം. ഇല്ല എങ്കിൽ ഈ പറയുന്ന നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുക്കാം. ഇത് മെഡിക്കൽ ബോർഡിലേക്ക് വെച്ചിരിക്കുകയാണ്. ആ മെഡിക്കൽ ബോർഡ് കൂടി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന മുറയ്ക്ക് തന്നെ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ഹാജരാക്കാവുന്നതും. അടുത്ത പരാതി മരടിൽ നിന്നും ഭാസ്കര പൊതുവാളിൻ്റെതാണ്. പരാതി വായിക്കാം. ഞാൻ അദാനി പാചക ഗ്യാസ് പദ്ധതി പ്രകാരം ഗ്യാസ് കണക്ഷൻ എടുത്ത വ്യക്തിയാണ്. എപ്പോൾ മഴ പെയ്താലും കാനയിൽ നിന്ന് അഴുക്കുവെള്ളവും ഭക്ഷണത്തിന്റെ മാലിന്യങ്ങളും പുറത്തേക്ക് ഒഴുകി നിറയാൻ തുടങ്ങും. ആ ദിവസങ്ങളിൽ ദുർഗന്ധം സഹിക്കാൻ വയ്യാത്തതിനാൽ പുറത്തിറങ്ങാറേയില്ല. ആദ്യം ഒരു പ്ലംബറെ വിളിച്ചു കാണിച്ചു എങ്കിലും അദ്ദേഹം പറയുന്നത് ഈ കെട്ടിടം പണിത ആളെ വിളിക്കാനാണ്. അയാൾക്ക് മാത്രമേ വീടിന്റെ പൈപ്പ് എങ്ങനെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ വിളിച്ച പ്ലംബർ പറയുന്നത്. തുടർന്ന് ഈ കെട്ടിടം പണിതപ്പോൾ പൈപ്പിന്റെ വർക്കുകൾ ചെയ്ത പ്ലംബറെ ഞാൻ വിളിക്കുകയും അദ്ദേഹം പരിശോധിക്കുകയും ചെയ്തു. എന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഭാര്യ സഹോദരന്റെ വീട്ടിലും ഇത് തന്നെയാണ് അവസ്ഥ. എപ്പോൾ മഴ പെയ്താലും മലിനജലം ഇതിലേക്ക് കയറി വരും. തുടർന്ന് പ്ലംബർ വന്ന് ഇത് പരിശോധിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഗ്യാസ് പൈപ്പ് സ്ഥാപിച്ചവർ ആ സമയത്ത് പൊട്ടിപ്പോയ മലിനജല പൈപ്പ് പൊട്ടിയത് കാര്യമായി എടുക്കാതെ അതിൽ പണികൾ ചെയ്തതിനാലാണ് മണ്ണും ചെളിയും കയറി മലിനജല പൈപ്പ് അടഞ്ഞു പോകുന്നതും അതുകൊണ്ടാണ് മഴ പെയ്യുന്ന സമയത്ത് മലിനജലം കയറി വരുന്നതും എന്നാണ്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ അദാനി ഗ്യാസിന്റെ പൈപ്പ് ഇടപാട്
വന്ന കോൺട്രാക്ടറോടും സൂപ്പർവൈസറോടും വിളിച്ചു പറഞ്ഞിരുന്നു. തുടർന്ന് ഞങ്ങൾ പറഞ്ഞത് ഈ പ്ലംബറെ കൊണ്ട് ഞങ്ങൾ പണികൾ ചെയ്യിക്കാമെന്നും ഇതിന് ചെലവാകുന്ന തുക നിങ്ങൾ തരേണ്ടി വരും എന്നുമാണ്. തുടർന്ന് ഓഫീസിൽ നിന്ന് അറിയിച്ചത് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാം എന്നതാണ്. പിന്നീട് പല പ്രാവശ്യം ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കാറില്ല. 2026 ജനുവരി മാസത്തിലും ഞങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ അവർ എടുക്കുകയും ഈ പണികൾ അവർ ചെയ്തു തരുമായിരുന്നല്ലോ, നിങ്ങൾ എന്തിനാണ് മറ്റൊരാളെ കൊണ്ട് ചെയ്യിച്ചത് എന്നുമാണ് അവർ ചോദിക്കുന്നത്. ആയതിനാൽ ഈ ഓഫീസിനെതിരെ കേസുമായി മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ ജോബി ജേക്കബ് പുളിക്കേക്കൊടി. കത്ത് വായിച്ചു കേട്ടതിൽ നിങ്ങൾക്ക് അവിടെ സാരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. ഗ്യാസ് പൈപ്പ് ലൈൻ ഇട്ടപ്പോൾ അവരുടെ അശ്രദ്ധ മൂലം അതിലൂടെ പോകുന്ന മലിനജല പൈപ്പ് പൊട്ടിയതിനാലാണ് നിങ്ങൾ ഈ സങ്കടം അനുഭവിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. മലിനജല പൈപ്പ് ആര് സ്ഥാപിച്ചതാണ് എന്ന് കത്തിൽ നിന്ന് വ്യക്തമല്ല. പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തിന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുക്കാവുന്നതാണ്. അവർ ഉടൻ സ്ഥലം പരിശോധിക്കേണ്ടതാണ്. ഡ്രെയിനേജ് പൈപ്പ് റിപ്പയർ ചെയ്യാനും തുടർന്ന് ഗ്യാസ് കമ്പനിയിൽ നിന്നും ആ നഷ്ടം അവർക്ക് ഈടാക്കുന്നതിനും അവർക്ക് സാധിക്കുന്നതാണ്. രണ്ടാമതായി, ഗ്യാസ് കമ്പനിക്ക് ഈ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഡിമാൻഡ് നോട്ടീസ് അയക്കാം. കൂടാതെ നിങ്ങൾക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് നഷ്ടപരിഹാരവും ആവശ്യപ്പെടാവുന്നതാണ്. ഇപ്രകാരം റിപ്പയർ ചെയ്യുകയോ നഷ്ടപരിഹാരം തരാതിരിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് സിവിൽ കോടതിയെ സമീപിച്ച് നിവൃത്തികൾ നേടാവുന്നതാണ്. സിവിൽ കോടതിയെ സമീപിക്കുന്നത് പണച്ചെലവുള്ള കാര്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഫോറത്തിൽ പരാതി നൽകാം. അങ്ങനെ ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഫോറത്തിൽ പരാതി നൽകുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എല്ലാ കാര്യങ്ങൾക്കും കൺസ്യൂമർ ഫോറത്തിന് അധികാരമില്ല എന്ന് മനസ്സിലാക്കണം. ഇപ്രകാരം ഒരു ഗ്യാസ് പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അത് അവരുടെ സർവീസിൽ വന്ന ഒരു അപാകതയാണ് എന്ന് പ്രത്യേകം പരാമർശിച്ച് പരാതി കൊടുത്താൽ മാത്രമേ ഫോറത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നിവൃത്തി ലഭിക്കുകയുള്ളൂ. ഇനി മൂന്നാമതായി, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ്, അങ്ങനെ ഒരു ബോർഡുണ്ട്. ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡാണ്. അവിടെ നിങ്ങൾക്ക് ഗ്യാസ് പൈപ്പ് ലൈൻ ഇടുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയതും അതുകൊണ്ട് നിങ്ങൾ സങ്കടം അനുഭവിക്കുന്നതായ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു പരാതി നൽകാവുന്നതാണ്. ഇനി ഇത് അവിടെയുള്ള പല വീടുകളെയും ബാധിക്കുന്നുണ്ടെങ്കിൽ പബ്ലിക് നോയിസൻസിന് പോലീസിൽ പരാതി നൽകാം. അതും കൂടാതെ പബ്ലിക് നോയിസൻസ് ഉണ്ടെങ്കിൽ അതാത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്, സാധാരണയായി RDO ആണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായിട്ട് പ്രവർത്തിക്കുന്നത്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനും പരാതി നൽകാവുന്നതാണ്. ഈ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ക്രിമിനൽ നടപടി, ഇപ്പോഴത്തെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറയും, അതിലെ 152 വകുപ്പ് മുതൽ ഉള്ള അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ഞാൻ മുൻപ് പറഞ്ഞ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കാൻ താങ്കൾക്ക് അവകാശമുണ്ട്. അടുത്ത പരാതി തൃശൂരിലെ TN കുഞ്ഞിരാമന്റേതാണ്. പരാതി നോക്കാം. എന്റെ ഒരു സംശയത്തിന് ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. എനിക്കറിയേണ്ടത്, പട്ടയം ലഭിച്ച ഭൂമിയിൽ നിന്നും പട്ടയം ലഭിച്ചവരെ ഒഴിവാക്കാൻ കോടതികൾക്ക് അധികാരമുണ്ടോ? കൂടാതെ പട്ടയം റദ്ദാക്കാൻ നിയമമുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ് പരാതി നൽകേണ്ടത്? ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന സംശയത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ്. പട്ടയം ലഭിച്ച ഭൂമിയിൽ നിന്നും ഒരാളെ പുറത്താക്കാൻ എന്താണ് മാർഗം? അല്ലെങ്കിൽ ആ പട്ടയം അസാധുവാക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത്? ഇതാണ് ചോദ്യം. പട്ടയം ലഭിച്ചതുകൊണ്ട് മാത്രം അന്തിമ ഉടമസ്ഥത ഒരാളെ സംബന്ധിച്ച് ഉറപ്പല്ല. പട്ടയം സർക്കാർ നൽകിയ ഭൂമിയാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ കഴിയും. ഉദാഹരണം, പട്ടയം തട്ടിപ്പിലൂടെ അഥവാ മിസ്റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഫ്രോഡ് എന്നിവയിലൂടെ നേടിയതാണെന്ന് തെളിയിച്ചാൽ, അല്ലെങ്കിൽ പട്ടയം നൽകുമ്പോൾ നിയമലംഘനമുണ്ടായാൽ, അതുമല്ലെങ്കിൽ ഭൂമി മറ്റൊരാളുടെ മുൻകൂർ അവകാശമുള്ളതാണെങ്കിൽ, ഇതൊന്നുമല്ലെങ്കിൽ ഈ പട്ടയത്തിൻ്റെ നിബന്ധനകൾ ലംഘിച്ചാൽ, ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ സിവിൽ കോടതിക്ക് ഈ പട്ടയം അസാധുവാണെന്ന് പ്രഖ്യാപിക്കാനും ആ വ്യക്തിയെ ഭൂമിയിൽ നിന്ന് ഒഴിവാക്കാനും ഉത്തരവിടാം. ഈ പട്ടയം റദ്ദാക്കാനുള്ള അധികാരം സാധാരണയായി റവന്യൂ അധികാരികൾക്കാണ്. പട്ടയം തെറ്റായി നൽകിയതാണ് എന്ന് പറയുന്നവർ ആദ്യം സമീപിക്കേണ്ടത് റവന്യൂ അധികാരികളെയാണ്. സാധാരണയായി പരാതിപ്പെടേണ്ടത് തഹസീൽദാർ, റവന്യൂ ഡിവിഷണൽ ഓഫീസർ, ഡിസ്ട്രിക്ട് കളക്ടർ ഇവരെയാണ്. ഇവർക്ക് പട്ടയം റദ്ദാക്കാനോ തിരുത്താനോ അധികാരമുണ്ട്. RDOയ്ക്ക് പരാതി നൽകിയാൽ അതിൽ എൻക്വയറി നടത്താനും
തെറ്റായി നൽകിയതായി കണ്ടെത്തിയാൽ പട്ടയം റദ്ദാക്കാനും അവർക്ക് അധികാരമുണ്ട്. ഈ നടപടികൾക്ക് ശേഷമേ സാധാരണയായി സിവിൽ കോടതിയിൽ അന്യായം കൊടുക്കാറുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ പട്ടയം റദ്ദാക്കാനുള്ള പ്രാഥമിക അധികാരം റവന്യൂ അതോറിറ്റീസിന് തന്നെയാണ്. ഉടമസ്ഥത സംബന്ധമായ തർക്കങ്ങൾ സിവിൽ കോടതി വഴിയുമാണ് പരിഹരിക്കേണ്ടത്. കേരള ലാൻഡ് അസൈൻമെന്റ് റൂൾസ് പ്രകാരം നൽകിയ പട്ടയം റദ്ദാക്കാനുള്ള പ്രക്രിയ വ്യക്തമായി ഈ റൂളുകളിൽ പറഞ്ഞിട്ടുണ്ട്. സാധാരണയായി ഇത് റൂൾ 8, റൂൾ 21 പോലുള്ള വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ്. ഇനി അടുത്ത പരാതി പേര് വെളിപ്പെടുത്താത്ത ഒരു ശ്രോതാവിൻ്റെതാണ്. നമുക്ക് പരാതി നോക്കാം. ഞാൻ തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തിലെ ഒരു വ്യക്തിയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന വ്യക്തിയുമാണ്. ഏകദേശം 210 ദിവസത്തെ തൊഴിലുറപ്പ് കൂലി എനിക്ക് ലഭിക്കാനുണ്ട്. ചോദിക്കുമ്പോൾ ലഭിക്കുമെന്ന് മാത്രമാണ് പറയുന്നത്. ആയതിനാൽ ഈ കൂലി ലഭിക്കുന്നതിന് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? തൊഴിലുറപ്പ് കൂലി ലഭിച്ചിട്ടില്ല എന്ന ഈ പരാതിയിൽ പരാതിക്കാരി തന്റെ പേരോ മേൽവിലാസമോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ആയതിനാൽ കൂടുതൽ അന്വേഷിച്ച് ഉത്തരം നൽകാൻ നിയമവേദിക്ക് സാധ്യമായില്ല. ഈ കത്തിൽ സൂചിപ്പിച്ച പഞ്ചായത്തിൽ നിയമവേദി അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് തൊഴിലുറപ്പ് കൂലി നേരിട്ട് ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോകുന്നത് എന്നാണ്. നിലവിൽ തൊഴിലുറപ്പ് കൂലി എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ, അതായത് കൂലി ബാങ്ക് അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പരാതിക്കാരി നേരിട്ട് പഞ്ചായത്തുമായി ബന്ധപ്പെടുക. നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.